എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ച് പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തുനിന്ന് ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കണം. ഇത് 2 കപ്പ് ചക്കപ്പഴം ഉണ്ട് കേട്ടോ. ഈ ചക്കപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ഈ ചക്കപ്പഴം ഒന്ന് വെന്ത് കിട്ടും. മൂന്ന് മിനിറ്റോളം ചക്കപ്പഴം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു മിക്സറുടെ ജാറിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ശർക്കര 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എടുത്ത ശർക്കരപ്പാനിയിൽ നിന്നൊരു 1/4 ഭാഗത്തോളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്നൊന്ന് തിക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചക്കപ്പഴവും തേങ്ങയുടെയും കൂടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 ഏലക്ക പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് സോഫ്റ്റ്നെസ് കുറയുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പോലെ എണ്ണയൊന്ന് പുരട്ടി കൊടുത്താലും മതി കേട്ടോ. പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് ഞാൻ വേറെ ചെറിയൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണേ. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയൊന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ഡലി തട്ടും ഇതേ രീതി വെച്ച് കൊടുത്തു. ഇതിലോട്ട് മാവ് നിറച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള മാവ് ഇതേ രീതിയിൽ ഞാൻ ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതുകൂടി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചക്കപ്പഴം കൊണ്ടൊരു കിഡിലും ടേസ്റ്റുള്ള വട്ടയപ്പമാണ്. വെന്തോന്ന് ഇതേ രീതിയിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഒരു കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഇതേ രീതിയിൽ പ്ലേറ്റ് വെച്ച് കമഴ്ത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടും. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതാ നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ബൗളിൽ ഒഴിച്ചു കൊടുത്ത മാവും ഇതേ രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.